എല്ലാമുണ്ട്. അപ്പൊ അതിനു മുമ്പേ ലോകമുണ്ട്. ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ലോകമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയുന്നത് ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരോ അവനാണ് ദൈവം, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും ഒക്കെ അതിന്റെ ആശയവും അർത്ഥവും അതാണ്. മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് വായു നൽകിയ, ഞങ്ങൾക്ക് വെള്ളം നൽകിയ, ഞങ്ങൾക്ക് സൂര്യന്റെ കിരണം നൽകിയ, ഞങ്ങൾക്ക് ചന്ദ്രന്റെ നിലാവലകൾ നൽകിയ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനാണ് ഏറ്റവും വലുത് എന്നാണ് പ്രഖ്യാപനത്തിന്റെ. വർഗീയതയില്ലാത്തൊരു പ്രഖ്യാപനം. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവദം പതിം പതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഡ്യം. ശേതശേതരോപനിഷത്തിലുള്ളതാണ്. ഇതേ അവിടെ പറയണ എന്നറിയോ? നിങ്ങൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാരുടെയൊക്കെ പരമാരാധ്യനായ ദൈവം. അങ്ങനെ ഒരു ദൈവം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവ്വാണ സ്തോത്രത്തിൽ 5 തവണയാണ് ദൈവം ഏകൻ എന്ന് പറയുന്നത്. കുറെ ഉണ്ട് എന്നല്ല. നമുക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. എന്താ? വായു തരുന്ന, വെള്ളം തരുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന, ചന്ദ്രനെ നിലാവലകൾ നൽകുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ. ഏകം സന്തം ബഹുദാ കൽപ്പയന്തി എന്നൊക്കെ പറയും. സത്തയായ ഒന്ന് മാത്രമുള്ള ഏകനായ പടച്ചതമ്പുരാൻ. ആ പടച്ചതമ്പുരാനെ ആരാധിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാതൽ. അതിന് ഇമ്പോർട്ടന്റ് നൽകുന്ന പ്രബോധനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനം. പ്ലാച്ചിമട, എക്സ്പ്രസ് ഹൈവേ, ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊന്നും തെറ്റായ പ്രശ്നങ്ങളല്ല. അതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് മാത്രമല്ല, അതാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതരുത്. അതിനേക്കാൾ പ്രധാനം കോള കുടിച്ചോണ്ട് നരകത്ത് പോയിക്കൊള്ളുന്നില്ല, പള്ള കേടിരുന്നല്ലാതെ. പക്ഷേ നേർച്ച സ്ഥലത്തുള്ള ചീർണി കുടിച്ചാൽ നരകത്ത് പോകും. അത് ശിർക്കിന്റെ ചീർണിയാ, അത് തങ്ങന്മാരെ നേരിലുള്ള. അപ്പൊ അത് വളരെ പ്രധാനമാണ് കേട്ടോ. അത് വളരെ പ്രധാനമാണ്. ദർഗ ഉണ്ടാക്കി കെട്ടിപ്പൊന്തിച്ച് അവിടെ ആരാധന എത്രത്തോളം തന്നെ അമ്പുള്ളടുത്ത് പിന്നെ കുമ്പിടുന്ന മനുഷ്യന്മാരവിടെ. റോട്ടിലൊരു നല്ല അമ്പുണ്ട്. ദർഗ ദർഗല്ല 12 മീറ്റർ ഉണ്ട് എന്ന് പറയുന്ന കൗമാണ് ഈ കൗമ്. ആ കൗമിനെ രക്ഷപ്പെടുത്തലാണ് നമ്മുടെ ബാധ്യത. നിങ്ങൾക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഉപ്പളയിലേക്കാട് കടന്നാൽ കാണാം പച്ച മരത്തെ ആരാധിക്കുന്നത്. പച്ച മരത്തെ മുസ്ലിങ്ങള്, തൊപ്പിയും താടിയും ജുബ്ബയിട്ട മുസ്ലിങ്ങള് പച്ച മരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അത്തരത്തിലുള്ള പച്ചയായ ശിർക്കുള്ള ഒരു ലോകത്താണ് ഞാനും കൂടെ ജീവിക്കുന്നത്. എത്രത്തോളം അറിയും? അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും വലീദും മുഗീറയോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറഞ്ഞു, അല്ലാ ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? അബൂജഹൽ പറഞ്ഞു, അല്ലാഹു ആണ്. ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? അല്ലാഹു ആണ്. ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞിട്ട് സസ്യങ്ങൾ മുളപ്പിച്ചു തരുന്നത്? അല്ലാഹു ആണ്. ആരാ അരുവി ഒഴുക്കി തരുന്നത്? അല്ലാഹു ആണ് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങളിൽ ചില സുന്നി പണ്ഡിതന്മാർ പറയുന്നറിയോ? മഴ പെയ്യിപ്പിക്കുന്നതും അരുവി ഒഴുക്കുന്നതൊക്കെ മൊയ്തീൻ ശൈഖാണ്. അത്ര കഠോരമായ ശിർക്കിൽ ഈ ജനത ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുത് കണ്ടകള്. ഇത് ഖുതുബിയത്ത് എന്ന് പറഞ്ഞ സാധനമായിരുന്നു. പരിഭാഷയും വിശദീകരണവും പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാര് ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നികളിൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാ. ഇതിന്റെ 10ാമത്തെ പേജിൽ എന്താ അറിയുന്നത്? ഇതിൽ പറയണെന്നറിയോ? ആകാശഭൂമിയുടെ കുത്തുബും അഥവാ കേന്ദ്രബിന്ദു ഹൗസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ഉണ്ടോ? റുബൂബിയത്തിൽ വരെ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പ്രവാചകൻ ഇങ്ങനെ ഒരു ജനതനെ അഭിമുഖീകരിച്ചിട്ടില്ല. ലോകത്തെ അവർ അഭിമുഖീകരിച്ച മുഴുവൻ ബൗദ്ധ വിശ്വാസികളും മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹു ആണെന്ന് വിശ്വസിച്ചവരാ. എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന സുന്നികൾ മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും പിഴച്ച വിശ്വാസമുള്ളവരാണ് എന്നർത്ഥം. അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നു എന്ന് അബൂജഹൽ പോലും അംഗീകരിച്ചിരുന്നു. ഇന്നെങ്ങാനും അബൂജഹൽ തിരിച്ചു വരികയാണ് പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാരെ ലീഡറാക്കും. കാരണം എന്താ? അബൂജഹലിനോട് ചോദിക്കാൻ പറഞ്ഞു ഖുർആൻ, വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ഖുർആനിലെ ശരിക്ക് ചിന്തിച്ചോ. ഖുർആനിലെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ വാചകമാണ്. സൂറത്ത് അങ്കബൂത്തിൽ നാം വായിക്കുന്നുണ്ട് 62, 63 ആയത്തുകൾ. 63-ാമത്തെ ആയത്ത് സൂറത്ത് അങ്കബൂത്തിൽ എന്താ? വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ
ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത് എന്നവരോട് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണ്. എന്നിട്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നതാരാണ്? അവര് പറയും അല്ലാഹുവാണ് എന്ന്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയാ ഖുലിൽ ഹംദുലില്ലാ, അള്ളാനെ സ്തുതിച്ചു, അത്രയെങ്കിലും അവർ അംഗീകരിച്ചല്ലോ. ബൽ അക്സറുഹും ലാ യഖിലൂൻ, എന്നിട്ട് എന്താ അവർ ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞാൽ അവരതൊക്കെ അംഗീകരിച്ചിരുന്നു. എന്നിട്ട് എന്താ മുശ്രിക്കായത്? നമ്മൾ ചിന്തിക്കണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരൊക്കെ മുശ്രിക്കായത്? അതാ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കും മനസ്സിലാവും. അള്ളാനോടും പ്രാർത്ഥിക്കും, അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതാണ് ശിർക്ക്. ശിർക്കാകാനുള്ള കാരണം അതാ. അള്ളാനോടും പ്രാർത്ഥിക്കും, അല്ലാത്തവർക്കും പ്രാർത്ഥിക്കും. ഒരു വിളവെടുപ്പുണ്ടായ പാതി അള്ളാന്റെ മാർഗത്തിൽ, പാതി ഔലിയാക്കന്മാരെ മാർഗം. ഒരു കോഴി ഉണ്ടായ ഒരു കോഴി അള്ളാഹ്ക്ക്, ഒരു കോഴി മൊയ്തീൻ ശേഖന്. അതിന് അവരുടെ പ്രശ്നം. ആ കാലത്ത് അങ്ങനത്തെ മൃഗങ്ങളുടെ പേര് വരെ സൂറത്ത് അൻആമിൽ എണ്ണി പറയുന്നുണ്ട്. ആ കാലത്ത് ഇന്ന മൃഗം, ഇന്ന നേർച്ച, ഇന്നും അതുണ്ട്. അതുകൊണ്ട് ആ സമാനത നിലനിൽക്കുന്ന ശിർക്കുകള് ഈ നാട്ടിലുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ മാലകുൻ ലാ തർജൂന ലില്ലാഹി വഖാറാ. എന്തൊരു സൂക്തമാണത്! എന്താ അതിനർത്ഥം? ഇതൊന്നും ഞങ്ങളുടെ വകയല്ലല്ലോ. നിങ്ങൾക്ക് അധ്യായ നമ്പറും ആയത്ത് നമ്പറും പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം തെറ്റാണ്, നിങ്ങൾക്ക് തിരുത്താം. ഖുർആനിലെ 71-ാം അധ്യായം, 71-ാം അധ്യായത്തിലെ 10 മുതൽ 12 വരെയുള്ള സൂക്താണ് ഞാൻ പോതിയെ. എന്താ അതിനർത്ഥം എന്നറിയോ? ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ, പടപ്പുകളോടല്ല, അള്ളാഹിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. പടച്ച തമ്പുരാനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. എന്നിട്ടോ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് എന്തു തരും? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും പടച്ച തമ്പുരാൻ. ആർക്ക്? നിങ്ങൾക്ക്. കണ്ടോ? മഴ ചൊരിഞ്ഞു തരുന്ന ആരാണ്? അള്ളാഹുവാണ്. ഇവര് പറയുന്നതോ മൊയ്തീൻ ശൈഖാണ്. ചിന്തിക്കും. അള്ളാഹുവാണ് എന്ന് അള്ളാഹു ഖുർആനിൽ, അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇനി കേട്ടോ, വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കണെന്ത്? അഫറായിതുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. എന്താ ചോദ്യം? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കുന്നത്, അതല്ല നാമാണോ? ഉണ്ടോ? നിങ്ങളാണോ എന്ന ചോദ്യത്തിൽ അമ്പിയാക്കളൊക്കെ പെട്ടു, ഔലിയാക്കളൊക്കെ പെട്ടു, എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. നിങ്ങളല്ല മനുഷ്യരെ, അത് നാമാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നു. 56-ാം അധ്യായം സൂറത്ത് വാഖിയ 68 മുതൽ 70 വരെയുള്ള സൂക്തമാണ്. ഉണ്ടോ? അപ്പൊ ഖുർആനിൽ എവിടെ നോക്കിയാലും മഴ ചൊരിയുന്ന അള്ളാഹു എന്ന, പക്ഷെ ഖുതുബിയത്തില് മൊയ്തീൻ ശൈഖാണെന്ന. പടച്ചോനെ, സുഹൃത്തുക്കളെ, സഹോദര, പക്കാ ശിർക്കിലാണ് മുസ്ലിങ്ങൾ. NDF പ്രവർത്തകരെ, നിങ്ങൾ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. ദുനിയാവിൽ ഒരാൾ തോണ്ടിയതിനും ഒരാൾ ആക്രമിച്ചതിനും തിരിച്ചടിക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അവരെയൊക്കെ തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് 24 ആയത്ത് തിരുത്തണമെന്ന് സുദർശൻ പറഞ്ഞു. ആ ആയത്തിന്റെ നിജസ്ഥിതി വിശദീകരിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ ആ ആയത്തിന് നമ്മളും അതേ അർത്ഥം നൽകുകയാണെങ്കിലോ പിന്നെന്താ കാര്യം? അവര് മനസ്സിലാക്കി അതേ ആശയം നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലോ? ഇപ്പൊ എനിക്കറിയാം, അടുത്ത കാലത്ത് യുക്തിരേഖയിലെ യുക്തിവാദികളുടെ ലേഖനം എഴുതി. ജബ്ബാർ കടമ്പോടായിരുന്നു ആ ലേഖനം ജിഹാദിനെ പറ്റിയായിരുന്നു. 2 പരിഭാഷ എടുത്തു കൊടുത്തു. ഒന്ന് അബുല്ലാല മൗദൂദിന്റെ, ഒന്ന് കേരളത്തിലെ ഒരു സുന്നി പണ്ഡിതന്റെ. അത് രണ്ടും യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്ന പോലെ അതിന്റെ അർത്ഥം. അവര് കൊടുത്ത അർത്ഥം അങ്ങനെ, ഇവരൊക്കെ പറയുന്ന പോലെ ഇസ്ലാം വാളുകൊണ്ടാ പ്രചരിച്ചെന്നാണ് അവരും അതിന് വ്യാഖ്യാനം നൽകി. അതിന് അതിന്റെ കുഴപ്പവും. അതുകൊണ്ട് എന്ത് വ്യാഖ്യാനിക്കുന്നു, എവിടെ നിന്ന് കിട്ടി? സുമ്മ ഇന്ന അലൈന ബയാന ആയത്തിന് വ്യാഖ്യാനിക്കേണ്ടത് പടച്ചോനാ. അത് റസൂലിന് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്, റസൂല് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കണം. അതിനാ സബബുൻ നുസൂല് എന്ന് പറയാ. കാണുന്നിടത്തൊക്കെ ഓതിയൂടലല്ല, അതിന് സബബുൻ നുസൂലുണ്ട്, അവതരണ പശ്ചാത്തലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആനിൽ നമ്മൾ അള്ളാഹുവിനെ ശരിക്കറിയണം, നമ്മുടെ സമുദായം. നിങ്ങൾ നോക്ക്, ഏറ്റവും പ്രധാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് പ്രാർത്ഥന അള്ളാഹിനോട് പറ്റൂ, അള്ളാഹു അല്ലാത്തവരോടാണോ എന്ന വിഷയം. ഇത് ലളിതമായി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ ലളിതമായി. നമ്മുടെ കൂട്ടത്തിൽ ഒരു സുന്നി പ്രവർത്തകൻ, അയാൾക്കൊരു വിസ കിട്ടണം കുവൈത്തിലേക്ക്.
അപ്പൊ കുവൈത്തിൽ അത്യാവശ്യമൊക്കെ പിടിപാടുള്ള ഒരാൾ നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോ അയാളോട്